ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ ഉറങ്ങി എനിക്ക് ഇന്നലെ തീരെ ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് എന്താ പറയുക, അവൻ തീരെ ഉറങ്ങണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ ഒരു ചെറിയൊരു ജലദോഷമല്ല, എന്തോ ഒരു അസ്വസ്ഥത പോലെ അവൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഭയങ്കര കരച്ചില് എനിട്ടിരിക്കുക, ഉറങ്ങാതിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ഉറക്കമൊക്കെ ഏതാണ്ട് കണക്കായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വേഗം എനിക്കൊരു 11 ആകുമ്പോൾ നമുക്ക് OP ഡോക്ടറെ കാണിക്കേണ്ട ടൈം. അപ്പോൾ എന്തായാലും കുളിച്ച് മാറ്റി വേഗം സെറ്റാവണം. സമയമുണ്ട്, സമയം 8:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ണീനിപ്പോൾ നമ്മൾ കുറേ നേരം എടുത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ പതുക്കെ കൊണ്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആളിങ്ങനെ ഉറങ്ങുന്നുണ്ട്. പിന്നെ അമ്മത് അവിടെ പണിയിലാണ്. ഇനി വേഗം കുളിക്കണം, പല്ല് വയ്ക്കണം, അത് കുറച്ച് പരിപാടി ഉണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് കാണാം. നമ്മുടെ കനാലിൽ വെള്ളം വിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാ കാണുന്നത്, ഞാൻ പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങാറില്ലല്ലോ. എന്താ കുഞ്ഞിച്ചൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ. എന്താ അവനും നല്ല ഉറക്കക്ഷീണം ഉണ്ടാവും. അവനും നല്ല തീരെ ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പം ഞാൻ അത്ര കാര്യം സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിട്ട് കുറേ വീഡിയോസ് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സമയം പോയി. ഇനിയിപ്പോൾ ഞാൻ വേഗം പോയിട്ട് കുളിക്കട്ടെ. അമ്മ ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എണ്ണ തേപ്പും അതൊന്നും ഇല്ല കേട്ടോ, മഞ്ഞൾ തേക്കൊന്നും ഇല്ല. അപ്പോൾ നേരം പോയിട്ട് ഞാൻ കുളിച്ചേർക്കാം കേട്ടോ. അപ്പം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ഉണ്ണീനെ അവിടെ മേൽ തുടച്ചു കൊടുക്കേണ്ട. അവനെന്ന് കുളിപ്പിക്കണില്ല, മേൽ ജസ്റ്റ് തുടച്ചു കൊടുക്കുക ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവരവിടെ സെറ്റ് ആവുന്നുണ്ട്. വേഗം മുടിയൊക്കെ ഉണക്കണം, എന്നിട്ട് വേഗം പോകാൻ നോക്കണം. ഭക്ഷണം ഫുഡ് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. എന്തായാലും ഞാൻ മുടിയൊക്കെ ഒന്ന് വേഗം ഉണക്കട്ടെ. അപ്പോൾ ഉണ്ണീൻ്റെ അമ്മത്തെ മേലൊക്കെ തുടച്ചു കൊടുക്കുകയാണ്. ഇവനെ ഇന്നാളൊരു വീഡിയോയിൽ ഞാൻ മേലിൽ തുടച്ചു കൊടുക്കുന്ന വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ആഡ് സ്യൂട്ടബിലിറ്റി കിട്ടി ഗൈസ്. എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിന് അത് സീൻ ഔട്ടാ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ അമ്മ മേലിൽ കൊടുക്കുന്ന നേരം കൊണ്ട് ഞാൻ വേഗം എൻ്റെ മുടി വേഗം ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രയർ വെച്ചിട്ട് ഞാനിങ്ങനെ ഉണക്കുക കേട്ടോ. കാരണം മുടി ഉണക്കിയില്ലെങ്കിൽ എനിക്ക് എന്തായാലും ജലദോഷം ഒക്കെ വരും. കുഞ്ഞിച്ചൊക്കെ അവിടെ മേലിൽ കൊടുക്കുമ്പോൾ ഭയങ്കര കരച്ചിലാട്ടാ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ എന്താണെന്ന് ചോദിക്കാട്ടാ. അവന് ഇടയ്ക്ക് കരയും, ഇടയ്ക്ക് മേത്ത് വെള്ളം ഒഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് ഇതേപോലെ അങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടേ നിൽക്കും. പിന്നെ ഉണ്ണിയുടെ 28 ആവാറായി എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായി. ഏപ്രിൽ 2-ാം തീയതിയാണ് അവൻ്റെ 28 വരുന്നത്. ഏപ്രിൽ 2-ാം തീയതിയാണ് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി കേട്ടോ. അപ്പോൾ അന്നെല്ലാം അടിപൊളിയായിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ഉണ്ണിയുടെ 28 അന്ന് നടത്താൻ പറ്റില്ല. കാരണം നമ്മുടെ അച്ഛമ്മ മരിച്ചിട്ട് നമുക്ക് പലപ്പോഴേക്കും കഴിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും 56 നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ആദർശേട്ടനൊക്കെ ഇപ്പോൾ കോഴിക്കോടായിട്ടുള്ളത്. ചേട്ടൻ 5-ന് അന്ന് തീർപ്പ് കഴിഞ്ഞ് അങ്ങോട്ട് വരും. ചേട്ടനച്ഛൻ എന്നെക്കാൻ ടെൻഷനാട്ടോ. അപ്പോൾ ചേട്ടൻ ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ചേട്ടൻ ഇങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ട് കിടന്നു. ആകെ ഒരു സുഖമില്ലാതെയാണ് നടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് പോകാന്നിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗം പോയി കാണിച്ചിട്ട് വരാം. നമ്മുടെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലുള്ളത്. അപ്പോൾ പോണേക്കാൻ മുന്നേ ഞങ്ങൾ ചായ കുടിക്കാട്ടോ. അപ്പോൾ ഞാൻ അമ്മ അടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അടയ്ക്ക് ഭയങ്കര മധുരമായ കാരണം എനിക്ക് രാവിലെ തന്നെ മധുരം കഴിച്ച് പോകാൻ എനിക്ക് എന്തോ പോലെ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കള്ളപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ അമ്മമ്മ ഇതേ ഉണ്ണീനെ എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ടാണ് അനങ്ങാതിരിക്കുകയാണ്. പിന്നെ എൻ്റെ മാമനും അമ്മായിക്കും ഉണ്ണീനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരണേൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കനാലിൽ വെള്ളം മുട്ടുണ്ട്. അവിടെ അമ്മമാരൊക്കെ ഇരുന്ന് തിരുമ്പുന്നുണ്ട്. നമ്മുടെ ഓട്ടോ വന്നു കേട്ടോ. അങ്ങനെ ഇതേ ഓട്ടോയിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അമ്മാമ്മൻ്റെ അടുത്ത് അമ്മായിയുടെ അടുത്ത് പെട്ടെന്ന് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഉണ്ണിയുടെ പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴായിട്ട് ചെയ്യണം, ചേട്ടനില്ലാത്തതുകൊണ്ട്. ചേട്ടന് ഭയങ്കര ഇഷ്ടമുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കൊന്നും അറിയേണ്ട ആവശ്യം വരാറില്ല. ഇപ്പം അമ്മയ്ക്ക് അച്ഛനും മാതൃശായിട്ടുള്ളപ്പോൾ ഭയങ്കര റിലാക്സേഷൻ ആട്ടോ. കാരണം രാത്രി ആകുമ്പോഴൊന്നും അമ്മയ്ക്ക് എനിക്കേണ്ട ആവശ്യം വരാറില്ല കേട്ടോ. കാരണം ഞങ്ങൾ എന്നെ ഫീഡ് ചെയ്യിപ്പിക്കും. എൻ്റെ ഒപ്പം ആദർശാണ് എന്നെ എനിക്കാറ്. പിന്നെ അച്ഛൻ ഇടയ്ക്ക് ഉറക്കത്തുനിന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്കില്ല. അപ്പോൾ പാല് നമുക്ക് 2 മണിക്കൂർ കൂടുമ്പോൾ കൊടുക്കണമല്ലോ. അപ്പം പാല് കുടിക്കാതിരിക്കുമ്പോൾ ഗോകർണത്തിലാക്കിയിട്ട് കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ അതൊക്കെ ആദർശാണ് പാല് കുടിപ്പിക്കുകയൊക്കെ ചെയ്യാറ് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ ആര്യമ്പാടെത്തിയപ്പോൾ മാസ്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടാ. അപ്പോൾ ഇതേ അവിടുന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്കല്ല പോണേ മാസ്ക് വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനാണെങ്കിൽ ഓട്ടോയിൽ കയറിയ സമയത്ത് എൻ്റെ മുടി നൈസായിട്ടും കഴിച്ചിട്ടു. പിന്നെ അത് കേട്ടിൻ്റെ പണിയായിട്ടാ. കാരണം ഞാൻ ക്ലിപ്പ് ഊരിയിട്ട് എൻ്റെ ബാഗിലിട്ടു. പിന്നെ ക്ലിപ്പ് നോക്കിയിട്ട് എത്ര നോക്കിയിട്ടും കാണുന്നില്ല. മുടിയാച്ചങ്ങ ഈ കാറ്റത്ത് പറന്നിട്ട് ഭയങ്കര അടങ്ങേറാവലും. എന്നിട്ട് അതുമ്മ തൂങ്ങി പിടിച്ച് നിൽക്കുകയാണ്. മുടി ഇങ്ങനെ ഒതുക്കിയാലും എത്ര ഒതുക്കിയാലും ഇതാവുന്നില്ല. ക്ലിപ്പാച്ചങ്ങ കാണാനും ഇല്ല കേട്ടോ. അങ്ങനെ നമ്മൾ കേച്ചേരി മഴുവഞ്ചേരി ആ റോഡിൽ അങ്ങോട്ട് എത്തിയപ്പോൾ നല്ല ബ്ലോക്ക്. നമുക്ക് ഇതുവരെ ഇവിടെ അങ്ങനെ ബ്ലോക്ക് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നമ്മളിവിടെ പോസ്റ്റ് ആവേണ്ടി വന്നു. 11 മണിക്കാകുമ്പോൾ ചെല്ലാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവൻ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇതേ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കാൻ കേട്ടോ.
പിന്നെ ഉണ്ണിയുടെ വെയിറ്റ് ഒക്കെ നോക്കി, അവൻ വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോവാണ്. അപ്പോൾ വീണ്ടും പാമ്പേഴ്സും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞുട്ടാ. അപ്പോൾ അമ്മയും ഞാനും കൂടിയിട്ട് വീണ്ടും പോയിട്ട് ഉണ്ണിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കാണ്. ഇവൻ വലിയ അലമ്പൊന്നും ഇല്ലാതെ നല്ല കുട്ടിയായിട്ടൊക്കെ ഇരുന്നൂട്ടാ. ഡോക്ടർ റൗണ്ട്സിന് പോയി കിടന്നു കേട്ടോ. നമ്മുടെ ടോക്കൺ നമ്പർ 27 ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച് കുറേ നേരം ഇവിടെ നിൽക്കേണ്ടി വരും, നമ്മുടെ ഓട്ടോ ഡ്രൈവർ അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയുള്ളൊരു ടെൻഷനിലായിരുന്നു. പിന്നെ ഇതേ കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നല്ല രസമാക്കിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 27 ഡോക്ടർ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് തന്നെ പെട്ടെന്ന് കാണിക്കാനൊക്കെ പറ്റി. അപ്പോൾ ഉണ്ണിക്ക് മരുന്നും സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനായിട്ട് മരുന്ന് വാങ്ങിക്കാൻ നിൽക്കണേ. ഇതാണ് ഞാൻ പറയണേ, ഇതൊന്നും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ, അതൊക്കെ ആദർശേട്ടൻ ചെയ്തിട്ടേ എനിക്കിതൊക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു എന്താക്കിയൊരു പേടി കൂടുതലായിരുന്നു. ഒരു അന്തും കുന്തും ഇല്ലാതൊക്കെ ഞാൻ കളിക്കാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോഴേ. പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചതിന് ശേഷം അമ്മ ഇതേ നമ്മൾ മുന്നേ ഫസ്റ്റ് നമ്മൾ അഡ്മിറ്റ് ആയില്ലോ 8ാം മാസത്തിൽ വയ്യാതിട്ട്. അപ്പം അമ്മ പറയും ഇവിടെയല്ലേ നമ്മൾ കിടന്നായിരുന്നേ. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് പോയി നിന്നിട്ട് ഇവിടെയായിരുന്നു ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിലായിരുന്നു ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. പക്ഷെ നമ്മളിവിടെ നിന്നിട്ട് നമുക്ക് നമ്മുടെ ഒരു വീട് പോലത്തെ ഒരു ഫീൽ ആവുമല്ലോ. അപ്പം അതൊക്കെ പറഞ്ഞിട്ട് ഞാനും അമ്മയും ഇങ്ങനെ വർക്കലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഓട്ടോ ചേട്ടനെ വിളിച്ചപ്പോൾ ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ആളെന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പം അമ്മ ഇത് മാസ്ക് ഒക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ മാസ്ക് വെച്ചില്ല കേട്ടോ. പിന്നെ ഇത് ഓട്ടോ ചേട്ടൻ ഭയങ്കര വർത്താനായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീടെത്തിയപ്പോൾ വലിയമ്മ എന്തോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട്. അമ്മമ്മ ഇത് ഇരുന്നിട്ട് വിറക് കൂത്തുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഇല്ലാത്തതുകൊണ്ട് ആൾ ധൈര്യമായിട്ടിരുന്ന് വിറക് കൂത്ത, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് പോവില്ല. അമ്മോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞ അമ്മമ്മ ഇരിക്കില്ല. അമ്മമ്മ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരട്ടിയിട്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു വെച്ചാൽ ആൾ കുറച്ചേരം നല്ല കുട്ടിയായിട്ട് ഇരിക്കട്ടോ. ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോണ കാര്യം ആരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വേഗം ഓട്ടോ വിളിച്ച് അങ്ങനെ പോയതായിരുന്നു. അല്ലെങ്കിൽ വലിയമ്മൊക്കെ പോന്നിരുന്നു കേട്ടോ. അവിടുത്തെ ചെറുതിനും പനിയാണ്. അപ്പൊ വലിയമ്മ 2 ദിവസമായിട്ട് ഇങ്ങോട്ട് വരാറില്ല കേട്ടോ. അപ്പൊ ഇത് കുഞ്ഞിതായ കാരണം ഇതിനെ നോക്കണല്ലോ. ഇപ്പോൾ ഡോക്ടറെ കാണിച്ചു, നമ്മൾ അലോക് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ അവന് ജലദോഷം സ്റ്റാർട്ടിങ് ആണ്. പക്ഷെ അവന് പാലൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നലെ രാത്രിയാകുമ്പോൾ ഉറങ്ങിയിട്ടില്ല സത്യം പറയാച്ചെങ്കിൽ. ഇവൻ ഇങ്ങനെ എനിറ്റിരിക്കും, ഇവനെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പൊ എന്തായാലും നേരം വെളുത്ത വേഗം കൊണ്ടുപോകണം എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ രാവിലെ ആകുമ്പോൾ അവന് കുറച്ച് ഓക്കെ. പിന്നെ നമുക്ക് ടെൻഷനായി രാത്രി ആകുമ്പോൾ വീണ്ടും തുടങ്ങിയാലോ വിചാരിച്ചിട്ട്. അപ്പം എന്തായാലും ഇന്ന് കാണിച്ചപ്പോൾ കുഴപ്പമില്ല. മരുന്ന് തന്നിട്ടുണ്ട്, മൂക്കിൽ ഒഴിക്കേണ്ട തുള്ളി മരുന്നും പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊരു മരുന്നുണ്ട് കേട്ടോ. അതും മറ്റേ ഡ്രോപ്പ് ആയിട്ടുള്ളതാ. അപ്പം അതൊക്കെയാണ്. ഇപ്പം ആളെ എനിക്ക് ഇങ്ങനെ കിടക്കട്ടോ. ചുന്ദരാ ചുന്ദരാ ഉറങ്ങാണ്. അപ്പം എന്തായാലും അവനെ ഫീഡ് ചെയ്യിപ്പിക്കണം. എനിക്ക് കുറച്ച് ശേഷം കണ്ണൊക്കെ മിഴിച്ച് കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞാൻ ഒന്ന് ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് വരാം. ഡ്രസ്സൊക്കെ മാറാണ്ട്. അപ്പം എന്തായാലും ഇപ്പോൾ വരാം കേട്ടോ. അങ്ങനെ ഉള്ളിക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിഷ്ണുട്ടൻ വന്നിട്ടുണ്ടായിരുന്നത്. വിഷ്ണുട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ആളപ്പോൾ അബ്രോഡാണ്. അപ്പോൾ ആൾ 10-14 ദിവസത്തെ ലീവിന് വന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആൾ ഉണ്ണിനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയായിട്ട് ഇത് കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അച്ഛൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ വരുമ്പോൾ കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആൾ തിരിച്ചു പോയി എന്നിട്ട് വീണ്ടും വന്നിട്ട് ഉണ്ണിച്ചക്കൻ്റെ അടുത്ത് കൈതീട്ടം കൊടുക്കട്ടെ പറഞ്ഞിട്ട് അവരിത് പൈസയൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തു കേട്ടോ. മരുന്നൊക്കെ കൊടുത്തു. ഇപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായിട്ടാ. പിന്നെ ഉണ്ണിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, വിഷ്ണു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണിക്ക് ഗിഫ്റ്റും കുറേ എനിക്ക് കഴിക്കേണ്ട കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരങ്ങനെ പോയി. അങ്ങനെ പിന്നെ മരുന്നൊക്കെ കൊടുത്ത് തുള്ളി മരുന്ന് ഒറ്റയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അമ്മയ്ക്ക് കണ്ണ് കാണില്ലേ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ആൾ കുഴപ്പമില്ലാതെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. കളിക്കായിരുന്നിട്ട് അപ്പറേ മൂക്കിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അതിങ്ങനെ വായിക്ക് എത്തൂല്ലോ. അതിൻ്റെ അങ്ങനെ അസ്വസ്ഥത അങ്ങനെ കാണിക്കുന്നുണ്ട്. ഓ അമ്മ ഇട്ട് കൊടുത്തിന് ഇക്കിട്ടുണ്ടോ? ഉണ്ണിക്ക് ഇക്കിട്ടെടുക്കണ്ട കേട്ടോ. ഞാൻ അവനൊന്ന് എടുക്കട്ടെ. അയ്യോ അങ്ങനെ ഉണ്ണീനെ ഇതേ ഉറക്കി കിടത്തിയിട്ടുണ്ട്. കുറേ ടൈം എടുത്തു കേട്ടോ ആൾ ഉറങ്ങാൻ വേണ്ടിയിട്ട്. കുറേ നേരം കിടന്ന് കളിച്ച് അതിന് ശേഷം വീണ്ടും പാലൊക്കെ കൊടുത്തിട്ട് ആളെ അവിടെ ഉറക്കി കിടത്തി. നീ ഞാൻ ഫുഡ് കഴിക്കിട്ടേക്ക് ബസ്സിൽ ഉറങ്ങി. ഫുഡ് തരാൻ കഴിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ആളെ സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കാറ്റടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വെക്കണതാണ്. പിന്നെ ഉള്ളിൽ കിടക്കുന്ന ഇനങ്ങുന്നുണ്ട്. ഒരു സീനില്ല. ഭാഗം വേണേ കയറ്റി വെച്ചു. കാണില്ല. ഉറങ്ങഞ്ഞാണ് അതൊക്കെ എനിക്കുണ്ടോ അത് എത്തിച്ചു നോക്കിയാൽ കാണില്ല. ചോറെടുത്തു. ഇന്നിവിടുത്തെ കറി മീൻകറി ചാളക്കറി പിന്നെ മീൻ പൊരിച്ചതും ഉണ്ട്. ഇപ്പം ഞാൻ പോയിട്ട് വേഗം ഫുഡ് കഴിക്കട്ടെ. എന്നിട്ടേക്ക് ഉറങ്ങണം. ഇന്നലെ രാത്രി ആകുമ്പോൾ ഉറങ്ങാൻ പറ്റിയിട്ടില്ല.
ഉറക്കം വരുന്നുണ്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കിടന്നുറങ്ങണം. ഇത് ഇവിടെ ഒരാൾ കിടന്നുറങ്ങണം, ഒരാൾ അവിടെയും കിടന്നു. അങ്ങനെ ഉറങ്ങാൻ വേണ്ടി കിടന്നതാട്ടാ. കിടന്നപ്പോ പിന്നെ ഫോൺ നോക്കി അങ്ങനെ ഇരുന്ന് പോയി. ഇനി ഉറക്കം വരുന്നുണ്ട്, പക്ഷെ എനിക്ക് ഉറങ്ങി എനിക്ക് കുറച്ചുകൂടി പണികളുണ്ട്. പണികൾ മീൻസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്, എഡിറ്റിങ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അത് ഫുള്ള് ലാഗായിപ്പോ. അപ്പൊ എന്താ ചെയ്യേണ്ടത് കൺഫ്യൂഷനിലാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഉറക്കം ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി ഒന്നിച്ചൊക്കെ എപ്പോഴാണ് എനിക്കത് പറയാൻ പറ്റില്ല. ആള് നല്ല ഉറക്കാട്ടാ. റൈസ് ഞങ്ങൾ രണ്ടുപേരും ഉറങ്ങി എണീറ്റു. പിന്നെ പാലൊക്കെ കൊടുത്തു. അമ്മയോടെ കുരയ്ക്കുന്നുണ്ട് കേട്ടോ. അച്ഛനൊക്കെ പണി മാറ്റി വന്നിട്ട് ഇപ്പൊ സമയം ഏതാണ്ട് 5:30-5:15 ആവുന്നേ ഉള്ളൂ. അപ്പൊ പാല് കുടിച്ചിട്ട് കിടക്കാട്ടോ. ഇവനെ ഏറ്റവും ടാസ്ക് ഉള്ളൊരു കാര്യമാണ് പാല് കുടിച്ച് തേട്ടിപ്പിക്കേണ്ടത്. അത് തേട്ടേ ചെയ്യില്ല. പിന്നെ വൈകിട്ടാകുമ്പോ എന്റെ വല്യമ്മയും വലിച്ചനൊക്കെ ഉണ്ണിനെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ വല്യമ്മ ഇവിടെ നിൽക്കും, വലിച്ചെന്ന് പോകട്ടെ തിരിച്ച്. അങ്ങനെ കുറെ നേരമൊക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഒരു 6:30-7 മണിക്കാകുമ്പോൾ വലിച്ചൻ തിരിച്ച് പോകാനുണ്ട്. വലിച്ചിൻ്റെ അവിടെ എന്തോ പൂരം എന്തോ പരിപാടി ഉണ്ട്. അപ്പോൾ വലിച്ചൻ പോയിട്ട് വരാം, നാളെ വലിയമ്മനെ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ട് വലിച്ചൻ പോയിട്ടാ. ഗൈസ്, അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഈ കിടപ്പഞ്ഞാണ് കേട്ടോ ഇവിടെ. അപ്പോൾ വലിച്ചൻ പോയി, വലിയമ്മ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കിടക്കന്നെയാണ്, റെസ്റ്റ് തന്നെയാണല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ രാത്രി ചെക്കൻ ഉറങ്ങാണ്. ഇനി ഇത് ഏൽപ്പിച്ച് വീണ്ടും പാല് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അവ ഉറങ്ങുക കിടക്കുക പോലെ ഉറങ്ങുക എനിക്ക് അത് തന്നെയാണ്. ഇപ്പോൾ മൂക്കിന് മരുന്ന് ഒഴിച്ചു കൊടുത്തപ്പോഴേ അവന് മൂക്ക് നന്നായിട്ട് അടഞ്ഞപ്പോലെ ഫീൽ ചെയ്യാം. നേരത്തേക്കാളും കുറച്ചും കൂടി എന്തോ ഇതുപോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമയൊക്കെ ഉണ്ടാവും. അപ്പൊ മാത്രം ചുമയ്ക്ക അങ്ങനെ ബുദ്ധിമുട്ടാവാൻ മാത്രം ആന്റിബയോട്ടിക് എടുത്താൽ മതിയെന്ന്. ഇപ്പൊ അവന് മൂക്കിലൊഴിക്കാനൊരു മരുന്നും അതുപോലെ തന്നെ കഴിക്കാനൊരു മരുന്നും രണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ വന്ന പാടെ കൊടുത്തു. നല്ല ഉറക്കാം. അയ്യോ വയറ്റിലൊന്നുമില്ല അമ്മ, ഞാൻ പാല് കൊടുത്തു. പക്ഷെ അതിന് വയറ് ചുങ്ങിയിരിക്കണോക്ക്. അയ്യോ മുത്തേ, അമ്മമ്മടെ പുത്ത എവിടെയാ? പേടി തൊണ്ടൻ എവിടെയാ? അപ്പൊ അമ്മ മേല് കഴിക്കാൻ കൊണ്ടുപോയിട്ടാ. മേല് കഴുകാനല്ല, മേല് തുടക്കി ചെയ്യണുള്ളൂ. അപ്പോൾ അത് ഹാളിലിരുന്ന് തുടക്കിണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു കേട്ടോ, മേല് കുളിപ്പിച്ചു കൊടുത്തോ, പക്ഷെ എണ്ണ തേക്കണ്ട, കുളിപ്പിച്ചു കൊടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ എണ്ണയൊക്കെ തേച്ച് കൂടി തുടങ്ങിയതായിരുന്നു. നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് കുറച്ചൊക്കെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് പിറ്റേ ദിവസം തൊട്ട് 10 days കുളിപ്പിച്ചോളാൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ തന്നെ കുളിപ്പിക്കായിരുന്നു. അപ്പോഴൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം 2 ദിവസമായിട്ടാണ് ആൾക്കൊരു ജലദോഷം ഫീൽ ചെയ്തത്. അപ്പം എന്തായാലും എണ്ണ വയ്ക്കണ്ട പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഇപ്പം മേലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ആളെ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് കളിച്ചോളും. പിന്നെ പാല് കുടിച്ചാൽ വീണ്ടും കിടന്ന് ഉറങ്ങിക്കോളും. കുഞ്ഞമ്മ അങ്ങനെ ഉണ്ണിയുടെ മേലൊക്കെ തുടച്ച് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവനെ സെറ്റാക്കിയിട്ട് പാലൊക്കെ കൊടുത്തിട്ട് അമ്മ ഇതേ എടുത്ത് നടക്കാനിട്ട് അമ്മയും അച്ഛനും. ഈ സമയത്ത് അച്ഛനും അമ്മയും അമ്മമ്മ എല്ലാവരും മാറി മാറി എടുത്തെടുക്കൂട്ടി. ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ടാ. കുറച്ച് ഫുഡ് കഴിച്ചത് കൂടിപ്പോയി. ചെക്കനായ അച്ഛൻ ഉറക്കിയിട്ട് കൈ പിടിച്ചായിരുന്നു. അമ്മ കൊണ്ടുപോയി ഇവിടെ കെടുത്തി. ഫുഡ് കഴിച്ചിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ മൂപ്പര് ഇവിടെ കിടന്ന് ഭയങ്കര കളിയിലാണ്. കാണിച്ചു തരാട്ടോ. പൊന്നച്ചേ, അത് കുഞ്ഞു പൊന്നച്ചേടേ. അധികം സ്നേഹം കാണിച്ചപ്പോ ഞാൻ എടുക്കേണ്ടി വരും. ഇപ്പൊ കരച്ചിൽ തുടങ്ങും. അപ്പൊ ഇന്ന് കളിക്കണ്ട്. ഇനി 9:30 ആകുമ്പോ ഒന്നുകൂടി ഫീഡ് ചെയ്യിപ്പിച്ചിട്ട് കെടുത്തി ഉറക്കണം. ഗൈസ്, അവിടെ എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ. വല്യമ്മയുണ്ട്, അച്ഛൻ, അമ്മമ്മ,
അമ്മയുണ്ട്, എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുക. അപ്പം ഞാൻ അവനെ പാലൊക്കെ കൊടുത്ത് ഉറക്കി കിടത്തി ഇപ്പോൾ ഒരു വെള്ളം കുടിച്ച് വന്ന് നോക്കുമ്പോൾ മൂപ്പര് വീണ്ടും എനിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 9:30 ആയിട്ടാ. ഇനി ഇന്നലത്തെ പോലെ എന്നെ ഉറങ്ങാൻ സമ്മതിക്കുമോ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഇതേ കണ്ണും വെച്ചാട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ടുണ്ടുമോളോ ഗുഡ് നൈറ്റ് പറയ്. ഗുഡ് നൈറ്റ് പറയ്. നീ എപ്പോൾ ഉറങ്ങാനാടാ മോനെ? നീ സുന്ദരി എപ്പോൾ ഉറങ്ങാനാ? ടാറ്റാ പറയ്. ടാറ്റാ. ചിലപ്പോൾ അങ്ങനെ കിടന്നു ഉറങ്ങാറുണ്ട്, എനിക്കറിഞ്ഞൂടാ. അപ്പം അങ്ങനെ കിടക്കുന്നുണ്ട്. ഞാൻ എടുക്കാനൊന്നും പോണില്ല. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാട്ടോ. അപ്പം ബൈ. അപ്പം നമ്മുടെ ചെക്കൻ ഇന്നലത്തെ അതേ കുഞ്ഞു കുറുമ്പ് സ്വഭാവം എടുത്തു തുടങ്ങിയിട്ട് അവനെ ഉറക്കിക്കെടുത്തും ഉറക്കിക്കെടുത്തും എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് കുറേ നേരം അമ്മ എടുത്തു ഉറക്കിക്കെടുത്തി പോയി വീണ്ടും എണീച്ച്, എന്നിട്ട് വീണ്ടും അമ്മ ഫുള്ള് റാപ്പ് ചെയ്തിട്ട് അവനങ്ങനെ ഉറക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ മൂപ്പര് എങ്ങനെ ഉറക്കിയിട്ടും കാര്യമില്ല. മൂപ്പര് കുറച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് മേത്തത്തെ പുതപ്പൊക്കെ തട്ടിത്തെറിപ്പിക്കും. പിന്നെ കണ്ണു മിഴിച്ചാട്ടിരിക്കും, കുറച്ചു നേരം കളിക്കും, പിന്നെ കരഞ്ഞുടങ്ങും. അങ്ങനെയാണ് കേട്ടോ. ലാസ്റ്റ് അമ്മ പാട്ടൊക്കെ പാടിയിട്ട് അവനെ ഉറക്കട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ. നമ്മുടെ ചുണ്ടുമണി വാവേ കുഞ്ഞു കള്ളത്തരം കുഞ്ഞടിയൊക്കെ വാങ്ങിയിട്ട് നാറൂട്ടത്. ഓ ഓ ഓ ഓ ഓ ഓ ഓ അമ്മമ്മയുടെ സ്വത്തുമണി വാവേ കുഞ്ഞു കോഴിയേ നെല്ലിനണ്ട അച്ഛ വന്ന തല്ലിക്കൊല്ലും അമ്മ വന്ന